വ്യക്തമായ ഒരു കാരണമുണ്ട്. മോളത് മറന്നാലും ഞാനത് മറക്കില്ല. ആൻഡ് യു നോ വാട്ട്, ഇത് മോൾക്ക് കിട്ടിയ ഒരു ചാൻസാണ്. മോളുടെ സ്വപ്നം പോലെ ഒട്ടനവധി മറ്റുള്ള പെൺകുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ചാൻസ്. ആ ഒരു ചാൻസ് കളഞ്ഞിട്ടാണോ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് നാട് വിടാൻ പോകുന്നത്? മോൾക്കൊരു കാര്യം അറിയോ? 2 കാലുകൾ തളർന്നപ്പോഴും മോളുടെ അമ്മ പോയപ്പോഴും രവി തകർന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് വിൽ പവർ ഉള്ളത് കൊണ്ടാണ്. അത് മോൾക്കുമുണ്ട്. ഓക്കെ, അന്ന് നടന്ന ആ ഫൈറ്റ് ഒരു മാച്ചായിട്ട് തന്നെ വിചാരിച്ചു. അപ്പോഴും തോറ്റോ ജയിച്ചോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ആ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്യണ്ടേ? നോക്കൗട്ടും ഫെയിലിയറും ഒന്നും ഡിസൈഡ് ചെയ്യുന്നത് പുറത്തുള്ളവരല്ല മോളെ. മോള് ഫ്രീസായ മൊമെന്റ് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. എവറി ഫൈറ്റ് വിൽ ഹാവ് ദിസ് ഫ്രീസ് പോയിന്റ്. ആ ഫ്രീസ് പോയിന്റിനപ്പുറം നമുക്കെപ്പോഴും ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് ഉണ്ടാകണം. അതിനുശേഷം ഒരു റിഡംഷൻ ഉണ്ടാകണം. അതിനെല്ലാം ശേഷം ആ ഫിനിഷിംഗ് മൊമെന്റ് വരും. ആ ഫിനിഷിംഗ് മൊമെന്റാണ് ജയവും തോൽവിയും തീരുമാനിക്കുന്നത്. അതിനൊക്കെ മുന്നേ ഈ ഗാലറി പറയുന്നത് കേട്ട് തോൽക്കാൻ നിന്ന എൻ്റെ പൊന്നുമോളെ, പണ്ട് ടൂർണമെന്റ് സമയത്ത് മാസ്റ്റർ മോളോട് പറയാറുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയാൻ പോകുന്നത്. ശത്രുവിന്റെ നീക്കങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുക. അപ്പോൾ ഒരവസരം വരും. അത് വരുമ്പോൾ അവരെ കൈ കിട്ടും. അപ്പൊ വിട്ടുപോയതും ഓങ്ങി വെച്ചതും ഒക്കെ കൊടുത്തേക്കണം. ഫിനിഷ് ദ ഫൈറ്റ്.